സ്കൂളുകളും കോളേജുകളും ഉൾപ്പെടെ 14ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിരവധി ഓഫീസ് സമുച്ചയങ്ങളും സ്ഥിതി ചെയ്യുന്ന കരുനാഗപ്പള്ളിയിൽ ഓരോ മിനിറ്റിലും ഗതാഗതക്കുരുക്ക് ഉണ്ടാകാറുണ്ട്. ഇന്ന് രാവിലെ 9:45 കരുനാഗപ്പള്ളിയിൽ ഞങ്ങൾ കണ്ട കാഴ്ചയാണിത്. കരുനാഗപ്പള്ളി ജംഗ്ഷനിൽ നിന്നും വടക്കു ഭാഗത്തേക്ക് പോകുന്നവർ നടന്നു പോകേണ്ട വഴിയിൽ ഹൈവേ പോലീസിന്റെ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നു. കാൽനട യാത്രക്കാർക്ക് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഹൈവേ പോലീസിന്റെ വാഹനം റോഡിൽ കിടക്കുന്നത്. കരുനാഗപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തരുടെ വാഹനം ഇടത്തോട്ട് തിരിഞ്ഞു പോകുന്നതിനും ഈ വാഹനം തടസ്സം സൃഷ്ടിക്കുന്നു. കൂടാതെ വടക്കു നിന്ന് വരുന്ന വാഹനങ്ങൾ സുഗമമായി പോകുന്നതിനും തടസ്സമുണ്ടാക്കുന്നുണ്ട്. രാവിലത്തെ സമയങ്ങളിൽ സ്കൂൾ പ്രദേശങ്ങളിലും റോഡ് മുറിച്ചു കിടക്കുന്ന പ്രദേശങ്ങളിലും പൊതുജനങ്ങളെയും വിദ്യാർത്ഥികളെയും സഹായിക്കേണ്ട ഹൈവേ പോലീസാണ് ഗതാഗത തടസ്സമുണ്ടാക്കി പെറ്റി കേസുകൾ പിടിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കവേ വളരെ സൗമ്യ ഭാഷയിൽ സബ് ഇൻസ്പെക്ടർ ഞങ്ങളോട് സംസാരിക്കുകയുണ്ടായി. എന്നാൽ ഈ വാഹനത്തിലുണ്ടായിരുന്ന വനിതാ ഉദ്യോഗസ്ഥയായ ദീപ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങി വരികയും നീ എടുത്ത വീഡിയോകൾ ഫേസ്ബുക്കിൽ കൊടുക്കണമെന്നും വളരെ ദേഷ്യഭാവത്തിൽ ഞങ്ങളോട് ആജ്ഞാപിച്ചു. ഞങ്ങൾ ഒരു മറുപടിയും നൽകിയില്ല. മറ്റൊരു ഭാഗത്തു നിന്നും വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചപ്പോൾ വനിതാ ഉദ്യോഗസ്ഥയായ ദീപ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങി ദേഷ്യഭാവത്തിൽ ഞങ്ങളുടെ മുന്നിലേക്ക് വന്നു. എന്നാൽ സബ് ഇൻസ്പെക്ടർ ഇവരെ പിന്തിരിപ്പിച്ചു വിടുകയായിരുന്നു. തുടർന്ന് വഴിയാത്രക്കാർക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ വാഹനത്തിന്റെ വാതിൽ തുറന്നിട്ട് ഏകദേശം 20 മിനിറ്റോളം ഈ വനിതാ ഉദ്യോഗസ്ഥയായ ദീപ വാഹനത്തിൽ തന്നെയിരുന്നു. എടാ പോടാ നീ എന്നീ വിളികൾ ഉപേക്ഷിക്കണമെന്നും ജനങ്ങളോട് വളരെ സൗഹൃദമായി ഇടപെടണമെന്നും DGPയുടെ നിരവധി സർക്കുലറുകളുണ്ട്. എന്നാൽ ഈ സർക്കുലറുകൾക്ക് പുല്ലുവിലയാണ് ദീപ എന്ന ഉദ്യോഗസ്ഥ കാണിച്ചത്. ഗതാഗത നിയന്ത്രണം നടത്തി അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഹൈവേ പോലീസിനെ നിയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഗതാഗത തടസ്സമുണ്ടാക്കി പൊതുജനങ്ങളോട് മോശമായി പെരുമാറുന്ന പ്രവണതയാണ് ദീപ എന്ന ഉദ്യോഗസ്ഥയിൽ നിന്നുമുണ്ടായത്. സഹ്യ ന്യൂസ്, കൊല്ലം.